റോസ് പ്ലാന്റ് ചീത്തയാവാതിരിക്കാൻ കുറച്ച് ടിപ്സ്. ആദ്യത്തെ ടിപ്പ്, റോസ് നമ്മൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ അതൊരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ചെറിയ പോട്ടിൽ തന്നെ വെക്കുക. ഒരിക്കലും ഓവർ സൈസ്ഡ് പോട്ടിൽ വെക്കരുത്. 2, നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ വെക്കുക പ്ലാന്റ്. 6 to 8 hours എങ്കിലും സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുക. 3, വാട്ടറിങ് ആവശ്യത്തിന് മാത്രം ചെയ്യുക. ഒരിക്കലും ഓവർ വാട്ടറിങ്ങും ചെയ്യരുത്, വരൾച്ചയിലേക്കും പോകരുത്. 4, സോയിൽ മീഡിയം എപ്പോഴും ഡ്രെയിൻ ആകുന്ന സോയിലായിരിക്കണം. അതിന് ഇച്ചിരി ഉമിയോ, പക്ഷെ ഒരിക്കലും കൊക്കോപീറ്റ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊക്കോപീറ്റ് കുറച്ച് കഴിയുമ്പോൾ ക്ലേ പോലെ ആയി പോകുന്നതുകൊണ്ട് ഉമിയോ മണലോ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഡ്രെയിനേജ് ഓക്കെ ആയിരിക്കും. കുറേ നാൾ റോസ് ചീത്തയാവാതെ ഇരിക്കുകയും ചെയ്യും. മാത്രമല്ല, റോസ് കുറച്ച് വലുതായി കഴിഞ്ഞാൽ, കുറച്ചൊരു സൈസായി കഴിഞ്ഞാൽ, ഒരു 2 വർഷം പ്ലാന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകുമില്ല. 5, ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞ് അത് ചീത്തയാവാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വെട്ടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കുന്നതാണ്. 6, എല്ലാ ആഴ്ചയും ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കണം. എക്സോഡസ് പോലത്തെ ഇൻസെക്ടിസൈഡ്. റോസിന് പ്രൂണിങ് മസ്റ്റാണ്. പുതിയ ഗ്രോത്ത് വരാൻ അത് സഹായിക്കും. 8, ബ്ലൈൻഡ് ഷൂട്ട്സ്, ഗ്രോത്ത് ഒന്നും ഇല്ലാതെ, ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഷൂട്ട്സ് വെട്ടിക്കളയും. 9, ടൈംലി റിപ്പോർട്ടിംഗ്, വളർച്ച അനുസരിച്ച് നെക്സ്റ്റ് ലെവൽ പോട്ടിലേക്ക് മാറ്റും. 10-ാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ടൈംലി ഫെർട്ടിലൈസേഷൻ. സമയാസമയത്തിന് കെമിക്കലോ ഓർഗാനിക്കോ, പക്ഷെ ഐ പ്രിഫർ ഓർഗാനിക് ഫെർട്ടിലൈസേഷൻ.